നമസ്കാരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ കെ ബാബുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. കഴിഞ്ഞ വർഷം കെ ബാബുവിന്റെ 25.82 ലക്ഷത്തിന്റെ സ്വത്ത് ED കണ്ടുകെട്ടിയിരുന്നു. 2007 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നാണ് EDയുടെ കണ്ടെത്തൽ. വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ED അന്വേഷണം. 2016 ഓഗസ്റ്റ് 31-നാണ് വിജിലൻസ് ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. നിയമവിരുദ്ധമായി നേടിയ പണം ബാബു സ്ഥാവര ജംഗമ വസ്തുക്കളായി വാങ്ങി സ്വത്തിന്റെ ഭാഗമാക്കിയെന്നാണ് EDയുടെ ആരോപണം. കേസ് 2020 ജനുവരി 22-നാണ് ED മുൻ മന്ത്രി ബാബുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. 100 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് വിജിലൻസ് സമർപ്പിച്ച FIR-ലുണ്ടായിരുന്നത്. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അത് 25 ലക്ഷം രൂപയായി കുറഞ്ഞു. ജനപ്രതിനിധി എന്ന നിലയിൽ പലപ്പോഴായി സർക്കാരിൽ നിന്നും കൈപ്പറ്റിയ 40 ലക്ഷം രൂപ വിജിലൻസ് പരിഗണിച്ചില്ലെന്നും EDയെ ബാബു അറിയിച്ചിരുന്നു. എന്നാൽ വിജിലൻസ് കണ്ടെത്തിയ 25.82 ലക്ഷം രൂപയ്ക്ക് തുല്യമായ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ED കടക്കുകയായിരുന്നു. ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെയാണ് EDയും അന്വേഷണം തുടങ്ങിയത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരിക്കെ ബാബുവിന്റെ സ്വത്തിൽ 10 മടങ്ങ് വർധനയുണ്ടായെന്നാണ് EDയുടെ കണ്ടെത്തൽ. വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ 2020 ജനുവരിയിൽ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബാബുവിനെ ED ചോദ്യം ചെയ്തിരുന്നു.